بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട എൻ്റെ വിദ്യാർത്ഥികളെ, എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ക്ലാസ് കേൾക്കാനിരിക്കുകയാണ് എന്നാണ് ഉസ്താദ് കരുതുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മുടെ വർക്ക് ബുക്കിലെ ദുറൂസിലെ ഭാഗം പേജ് നമ്പർ 62 പാഠം 12ാമത്തെ പാഠമാണ്. എൻ്റെ മക്കൾ ഡിസ്പ്ലേയിൽ കാണുന്നുണ്ടാകും അല്ലേ? 12ാമത്തെ പാഠമാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇത് 2 ഫോട്ടോ ഈ പാഠത്തിൽ നിങ്ങൾ കാണുന്നുണ്ട്, ഈ പിക്ചറിൽ അല്ലേ? 2 എണ്ണം കാണുന്നുണ്ട്. ഒന്നെന്താണ്? കാർഡാണ് അല്ലേ? ATM കാർഡ് പോലെ ഒരു കാർഡ് ഉണ്ട്. മറ്റൊന്ന് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു പഴമാണ്. എന്തിന്? വാഴപ്പഴം. ഇത് രണ്ടും നമ്മൾ പഠിക്കാൻ, ഈ 2 വാക്കിലും ഉച്ചരിക്കുന്ന അക്ഷരവും. അപ്പോൾ നമ്മൾ ഈ പാഠത്തിലൂടെ ഇന്ന് നമ്മൾ പഠിക്കുന്നത് 3 അക്ഷരങ്ങളാണ്, മലയാളത്തിലെ 3 അക്ഷരങ്ങൾ. ഇൻഷാ അല്ലാഹ് അത് 3ഉം റാഇ എന്നുള്ള അക്ഷരത്തിൽ നിന്നും ചെറിയ മാറ്റം വരുന്നതാണ്. നമ്മൾ റാഇ എന്ന അക്ഷരത്തിൽ മാറ്റം വരുത്തിയ 1-2 അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു. ഏതാണ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ട്? എൻ്റെ മക്കൾക്ക് പറയൂ. ഒന്ന് ര എന്ന് പഠിച്ചു. റാഇൻ്റെ അടിയിൽ ഒരു പുള്ളി ഇട്ടപ്പോൾ ര എന്ന് പഠിച്ചു. മറ്റൊന്ന് റാഇൻ്റെ താഴെ ഒരു പുള്ളിയും മുകളിൽ ഷദ്ദും ഇട്ടപ്പോൾ ട എന്നും പഠിച്ചു. ഓർമ്മയുണ്ടോ? ഇനി റാഇന് മുകളിൽ പുള്ളി ഇട്ടിട്ടുള്ള അക്ഷരങ്ങളാണ് നമ്മൾ ഈ ഒരു പാഠത്തിലൂടെ പഠിക്കുന്നത്. ഇപ്പം എൻ്റെ മക്കളെല്ലാവരും വർക്ക് ബുക്ക് മുന്നിൽ തുറന്ന് വെച്ചിട്ടുണ്ടാകും അല്ലേ? വച്ചിട്ടില്ലേ? ഇല്ലാത്തവർ പെട്ടെന്ന് എടുക്കണം. കാരണം വർക്ക് ബുക്ക് മുന്നിൽ വെച്ചാൽ മാത്രമേ നമുക്ക് ക്ലാസ് വളരെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ മക്കൾ റെഡിയാണെന്ന് കരുതുന്നു. നമ്മൾ പാഠത്തിലേക്ക് കടക്കുകയാണ്. പാഠം 12. ഞാൻ ഉസ്താദ് നേരത്തെ പറഞ്ഞതുപോലെ 2 ഫോട്ടോ ഇവിടെ കാണുന്നുണ്ട്. ഒന്ന് കാർഡിൻ്റെയും മറ്റൊന്ന് വാഴപ്പഴത്തിൻ്റെയും. ഇത് ഇവിടെ നിങ്ങൾ മലയാളത്തിൽ 3 അക്ഷരങ്ങൾ കണ്ടു. ഒന്ന് ഡ, മറ്റൊന്ന് ഡ, ഒന്ന് യ. ഇത് രണ്ടും ഡായാണ്. ഒന്ന് സാധാരണ ഡയറി എന്നതൊക്കെ നമ്മൾ വായിക്കുന്ന, മറ്റൊന്ന് മൂഢൻ എന്ന് പറയുന്ന ഒരു ഡായാണ്. നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? സ്കൂളുകളിൽ മലയാള അക്ഷരമാല പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഈ 2 ഡായും. മറ്റൊന്ന് യ എന്നാണ്, വായ പഴം എന്നതിലെ യ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതാണ് നമ്മൾ ഈ പാഠത്തിലൂടെ പഠിക്കുന്ന 3 അക്ഷരങ്ങൾ. എൻ്റെ മക്കൾ താഴേക്ക് ശ്രദ്ധിക്കൂ. ഇതിന് നമ്മൾ കാർഡ് എന്ന് പറഞ്ഞു. എങ്ങനെ ഈ കാർഡ് എന്ന് എഴുതുക? ഒന്നാമത്തെ അക്ഷരം ഏതാണ്? കാ എന്ന് എഴുതണം. എൻ്റെ മക്കൾക്കറിയും. ഇതാ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? കാ എന്ന് എഴുതിയിട്ടുണ്ട്. മറ്റൊന്ന് കാർ, ഡേ, കാർഡ്. അപ്പോൾ ഇതാണ് ഡ എന്നുള്ള അക്ഷരം. നമ്മളിവിടെ ശ്രദ്ധിച്ച് നോക്കൂ. റാഇന് മുകളിൽ 2 പുള്ളി ഇട്ട അക്ഷരമാണ് ഡ. അതിന് സുക്കൂൻ ഇട്ടപ്പോൾ ഡ എന്നായി. എങ്ങനെ? സാധാരണ റാ എഴുതാം, അതിന് മുകളിൽ 2 പുള്ളി ഇടാം, എന്നിട്ട് ഫത ഇട്ടാൽ അപ്പോഴാണ് ഡ എന്നുള്ള അക്ഷരം. ഇനി അതിൻ്റെ കൂടെ ഹാ ചേർക്കുമ്പോഴാണ് ഈ ഒരു രൂപത്തിലുള്ള ഡ കിട്ടുക. നിങ്ങൾ രണ്ടും മനസ്സിലാക്കണം. റാഇന് മുകളിൽ 2 പുള്ളി ഡ. ഇനി റാഇന് മുകളിൽ 3 പുള്ളി ആകുമ്പോൾ യ എന്നുള്ള അക്ഷരം. ഇവിടെ ശ്രദ്ധിച്ചോ നിങ്ങൾ? റാ എന്ന അക്ഷരത്തിൻ്റെ മുകളിൽ 3 പുള്ളി, ഇവിടെ 2 പുള്ളി, ഇവിടെ 3 പുള്ളിയാണ്. അപ്പോൾ 3 പുള്ളി ഇട്ടാൽ ഏത് അക്ഷരമാണ്? യ. വായ എന്നത് യ. അപ്പോൾ നിങ്ങൾ താഴെ ഇവിടെ നോക്കൂ. ഇതിൻ്റെ പേരാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. വായ പഴം. വാഴപ്പഴം. ഒന്നുകൂടി. വാഴപ്പഴം. യ എന്ന് പറയരുത്, അത് സാധാരണ യാണ്. ഇത് യ. വാഴപ്പഴം. നിങ്ങൾക്ക് ടീച്ചർമാരൊക്കെ സ്കൂളുകളിൽ വളരെ വ്യക്തമായി പഠിപ്പിച്ച് തന്നിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു അക്ഷരം, മലയാളത്തിൽ ഈ അക്ഷരം നമ്മൾ അത് അറബി മലയാളത്തിൽ എഴുതണമെങ്കിൽ റാ എന്ന അക്ഷരത്തിൻ്റെ മുകളിൽ 3 പുള്ളിയിട്ട് ഫതഹിട്ടാൽ ഈ ഒരു അക്ഷരമായി.
2 പുള്ളിയിട്ട് ഫതഹിട്ടാൽ ഡ എന്നുള്ള അക്ഷരവുമായി. എൻ്റെ മക്കൾ ശ്രദ്ധിച്ചല്ലോ. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഉസ്താദിനോടോ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും, അതിലോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എൻ്റെ രക്ഷിതാക്കന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം, മാറിപ്പോകരുത്. 2 പുള്ളിയിട്ട അക്ഷരമാണ് ഡ, 3 പുള്ളിയിട്ട അക്ഷരമാണ് യ എന്നുള്ളത്. ഇനി മക്കൾ താഴേക്ക് ശ്രദ്ധിക്കും. ഇവിടെ ഒരുപാട് അക്ഷരങ്ങൾ തന്നിട്ടുണ്ട്. ഒന്ന് സാധാരണ റ എന്നുള്ള അക്ഷരം ശ്രദ്ധിച്ചോ, നമ്മൾ പഠിച്ച റ. അതിന് മുകളിൽ 1 പുള്ളി ഇട്ടാലുള്ള അക്ഷരം നമ്മൾ തഫീമിൽ പഠിച്ചിട്ടുണ്ട്, സ അല്ലേ, എന്ന് പറഞ്ഞാൽ സ. അപ്പോൾ റ സ. മുകളിൽ 2 പുള്ളിയിട്ട അക്ഷരം ഇന്ന് നമ്മൾ പഠിച്ചു ഈ പാഠത്തിൽ. ഏതാണ്? ഡ. ഈ ഡ. അപ്പോൾ 2 പുള്ളിയിട്ട് ഫതഹിട്ടപ്പോൾ ഡ, കസറിട്ടപ്പോൾ ഡി, ലമ്മിട്ടപ്പോൾ ഡു. ഇനി മറ്റൊന്ന് മൂഢൻ എന്നതിലെ ഡ, അതാണ് ഹ ചേർന്നിട്ടുള്ള ഡ. ഇത് രണ്ടും ഡായാണ്. ഇനി മുകളിൽ 3 പുള്ളിയിട്ടതാണ് യ. 3 പുള്ളിയിട്ട് ഫതഹ് നൽകിയപ്പോൾ യ എന്ന് വായിച്ചു, കസർ നൽകിയപ്പോൾ ഈ, ലമ്മ് നൽകിയപ്പോൾ യു. യ ഈ യു. അപ്പോൾ ഉസ്താദ് ഒന്നുകൂടി വായിച്ചുതരാം. റ സ ഡ ഡി ഡു ഡ യ ഈ യു. ഇനി താഴെ നോക്കൂ, വായിക്കാനും എഴുതാനും ഉള്ളതാണ്. എഴുതാം എന്നതിൽ കണ്ടില്ലെങ്കിൽ ഈ യാണ് ഇന്ന് പഠിച്ച എഴുതാം. ഇത് വായിക്കാം, വായിക്കാം, എഴുതാം. രണ്ടുള്ള മാറ്റം, 2 യാ തമ്മിലുള്ള മാറ്റം മനസ്സിലായില്ലേ? ഇനി നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുള്ള വാക്കുകൾ. ഒന്നാമത്തേത് ഏതാക്ഷരം? ഡ എന്നുള്ള അക്ഷരമാണ്. സീന് സുക്കൂന്, അപ്പോൾ ഡസ്. മറ്റൊന്ന് റായിന് താഴെ 1 പുള്ളി, മുകളിൽ ശ്രദ്ധിട്ട ട എന്ന് പഠിച്ചു, അപ്പോൾ ഡസ്റ്റ. പിന്നെ റായിന് സുക്കൂൻ, അപ്പോൾ ഡസ്റ്റർ. എന്താ വായിക്കുക? ഡസ്റ്റർ. നിങ്ങൾ ക്ലാസ് റൂമിലില്ലേ ഡസ്റ്റർ, അതാണ് ഡസ്റ്റർ. മറ്റൊന്ന് ജോ എന്നുണ്ട് അല്ലേ, ഒകാരം നൽകി നീട്ടാൻ വാവ് നൽകി, ജോ. ജീമിന് ജോ. പിന്നെ ഡ ഇന്ന് പഠിച്ച അക്ഷരത്തിന് കസർ ഡി, അപ്പോൾ ജോഡി. എന്താ വായിക്കുക? ജോഡി. ഇനി അടുത്തത് റേ എന്നുണ്ട്, എകാരം നീട്ടാൻ യാ, റേ. മറ്റൊന്ന് ഇന്ന് പഠിച്ച അക്ഷരത്തിന് കസർ നൽകി ഡി, റേഡി യോ, റേഡിയോ. യാന് ഒകാരം നീട്ടാൻ വാവും വന്നിട്ടുണ്ട്, അപ്പോൾ റേഡിയോ. മറ്റൊന്ന് അടുത്തത് സീന് ഫതഹാണ്, നീട്ടാനുണ്ട് സാ. നോക്കൂ, സാ. മറ്റൊന്ന് ല, സാലഡ്, സാലഡ്, സാലഡ്. ഇനി നോക്കൂ, മറ്റൊന്ന് ബോ, ബോ ഒകാരം വാവാണ്, ബോഡി, ബോഡി. മറ്റൊന്ന് നാഡി, നാഡി. ഇനി ഇവിടെ നോക്കൂ, മ, മീമിന് ഫതഹ് മ, റായിൻ്റെ മുകളിൽ 3 പുള്ളിയിട്ട് ഫതഹിട്ടാൽ യ, മയ, മയ. ഇനി ഇവിടെ കുഴിച്ചു, 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 മയ, കുഴിച്ചു. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ മക്കൾ താഴേക്ക് എടുത്ത് എഴുതണം കേട്ടോ, വായിച്ച് എഴുതണം. ശേഷം ഇവിടെ നോക്കൂ, ഒരു വാക്ക് വലിയതുണ്ട് അല്ലേ. ഒന്നാമത്തെ അക്ഷരം വ, രണ്ടാമത്തെ അക്ഷരം 3 പുള്ളിയിട്ട് ലൊമ് യു, ദി, മ, മ. നോക്കി, വയുതി. എന്താണ്? വയുതി, വീയരുത്, വീയരുത്, വയുതി, വീയരുത്, വയുതി, വീയരുത്. ഇത് നിങ്ങൾ ഇപ്പുറത്ത് എഴുതാം. ഇനി അടുത്ത പേജ് നോക്കി, ഇവിടെ വന്നിട്ടുള്ള വായിക്കാനും എഴുതാനുള്ള വർക്ക് തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ. നേരത്തെ ഉള്ളതിൽ അധികവും ഡ എന്നുള്ളതിൽ വരുന്ന ഡ എന്ന അക്ഷരം വരുന്ന വാക്കുകളാണ്. ഇവിടെ അധികവും യ എന്നുള്ള അക്ഷരം വരുന്ന വാക്കുകളാണ് മുഴുവനും വന്നിട്ടുള്ളത്. നോക്കൂ, ഒന്ന് കുഴപ്പം. എന്താ വായിക്കുക? കുഴപ്പം അല്ലേ, കുഴപ്പം, കുഴപ്പം. ആയം, ആയം. കിഴക്ക്, കിഴക്ക്. കൊഴുത്തു, കൊഴുത്തു, കൊഴുത്തു. കോഴി, കോഴി. ഇത് നിങ്ങൾക്ക് ദുറൂസിൻ്റെ പാഠത്തിൽ ഉസ്താദ് ഫോട്ടോ കാണിച്ചിരുന്നല്ലേ, കോഴി. കോഴിനെ കാണാത്തവരാരുമില്ലല്ലോ, ഇല്ല. ഇനി അടുത്ത് മെഴുക്, മെഴുക്, മെഴുക്. വീഴ്ത്തി, വീഴ്ത്തി.
അല്ലെ. വി എന്ന് നീട്ടാണ്ട് യാ എന്ന അക്ഷരത്തിന് സുക്കൂന്. വീഴ്ത്തി വീഴ്ത്തി. മുഴക്കം മുഴക്കം. മുഴക്കം മുഴക്കം. മറ്റൊന്ന് മൊഴി. മീമിന് ഒകാരാണ് മൊഴി. മറ്റൊന്ന് ഏഴ് ഏഴ്. അപ്പോൾ ഇതൊക്കെ എൻ്റെ മക്കൾ എന്ത് ചെയ്യാം, താഴത്തേക്ക് എടുത്ത് എഴുതണം, വായിക്കണം കേട്ടോ. വായനയാണ് ഇമ്പോർട്ടൻ്റ്. എൻ്റെ രക്ഷിതാക്കന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം. നോക്കി എഴുതാൻ ചിലപ്പോൾ സിമ്പിളായിരിക്കും, പക്ഷെ വായനയാണ് ഇമ്പോർട്ടൻ്റ്. ഓരോ വാക്കുകളും വായിക്കുമ്പോഴാണ് ആ ഇന്നെടുത്ത പുതിയ അക്ഷരം അവരുടെ മനസ്സിലും അവരുടെ നാവിലൊക്കെ എന്ത് ചെയ്യാം, അവരെ ക്ലിയറായിട്ട് ഉച്ചാരണ ശുദ്ധി അവർക്കുണ്ടാവുകയുള്ളൂ. ഇന്ന് എടുത്ത ഈ അക്ഷരമാണ് ഇതിൽ മുഴുവനും വന്നിട്ടുള്ളത്. അപ്പം നിരന്തരം ആ അക്ഷരം അവർ വായിക്കുമ്പോഴാണ് അവരെ വായക്ക് അതെന്ത് ചെയ്യുക, അവരെ എയിമാവുക. വായക്ക് വീണ്ടും അത് പറയാനുള്ളൊരു എക്സ്പീരിയൻസ് കിട്ടും. മറ്റേത് നമ്മൾ വായിക്കാതെ വെറും മാത്രമായാൽ പരീക്ഷയ്ക്ക് മാർക്ക് വളരെ കുറവ് വരുള്ളൂ. മാത്രമല്ല മുതിർന്ന ക്ലാസ്സിലെത്തുമ്പോൾ അവർക്ക് വായിക്കാനുള്ള കഴിവ് ഇല്ലാതായി വരും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അടുത്തത് ചേർത്ത് വായിക്കാനുള്ള. ഇവിടെ നിങ്ങൾ കണ്ട ഒരു ബ്ലൂ റൗണ്ടിൽ എന്താ എഴുതിയിട്ടുള്ളത്, അതൊന്നും നമ്മൾ ആദ്യം വായിക്കാം. നമ്മുടെ ഉസ്താദ് വായിച്ചിട്ട് നമ്മുടെ കൂട്ടുകാർ. നമ്മുടെ കൂട്ടുകാർ എന്നാണ് എഴുതിയുള്ളത്. നമ്മുടെ കൂട്ടുകാർ. നിങ്ങൾക്ക് എല്ലാവർക്കും കൂട്ടുകാരില്ലേ? കൂട്ടുകാരില്ലാത്ത കുട്ടികളുണ്ടോ? ഇല്ലെങ്കിൽ വേഗം കൂട്ടുകാരുണ്ടാക്കണം. നിർബന്ധമായിട്ടും കൂട്ടുകാർ നമുക്ക് വേണം. അപ്പോൾ എങ്ങനെയാവണം നമ്മൾ നല്ല കൂട്ടുകാർ എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇത് മുഴുവനും 4 വാക്ക്, ഇത് മുഴുവനും നമ്മളെ കൂട്ടുകാരെ കുറിച്ചാണ്. അപ്പോൾ ഉസ്താദ് ഇതിലേക്ക് ചേർക്കണം കേട്ടോ. ഈ നമ്മുടെ കൂട്ടുകാർ എന്നത് എല്ലാത്തിലും ചേർത്ത് വായിക്കണം. ഉസ്താദ് ആദ്യം വായിക്കണേ. നമ്മുടെ കൂട്ടുകാർ സത്യം പറയുന്നവരായിരിക്കണം. സത്യം പറയുന്നവരായിരിക്കണം. ഉസ്താദ് വായിക്കാം. സത്യം പറയുന്നവരായിരിക്കണം. അപ്പോൾ എന്താണ് നമ്മളെ കൂട്ടുകാർ? നമ്മുടെ കൂട്ടുകാർ സത്യം പറയുന്നവരായിരിക്കണം. അങ്ങനത്തെ കൂട്ടുകാരാൻ വേണ്ടി. ഇനി അടുത്തത് നമ്മുടെ കൂട്ടുകാർ നല്ലവരായിരിക്കണം. നല്ലവരായിരിക്കണം. അപ്പോൾ നമ്മുടെ കൂട്ടുകാർ എന്താവണം? നല്ല കുട്ടികളാവണം. പറഞ്ഞത് കേൾക്കുന്ന നല്ല കുട്ടികളാവണം നമ്മുടെ കൂട്ടുകാർ. ഇനി നമ്മുടെ കൂട്ടുകാർ എങ്ങനത്തെ ആളാവണം നോക്കൂ. നമ്മുടെ കൂട്ടുകാർ സഹായിക്കുന്നവരായിരിക്കണം. സഹായിക്കുന്നവരായിരിക്കണം. ഒന്നുകൂടി വായിക്കും. സഹായിക്കുന്ന, രണ്ടിനും ശ്രദ്ധ ഉണ്ടാക്കുന്നവരായിരിക്കണം. അപ്പോൾ സഹായിക്കുന്നവർ ആയിരിക്കണം എന്നാണ്. അപ്പോൾ നമ്മുടെ കൂട്ടുകാർ മറ്റുള്ളവരൊക്കെ സഹായിക്കുന്ന നല്ല കൂട്ടുകാരാവണം. ഇനി ഒന്നും കൂടി ഉണ്ട്. നമ്മുടെ കൂട്ടുകാർ സ്നേഹിക്കുന്നവരായിരിക്കണം. അപ്പം നമ്മുടെ കൂട്ടുകാർ ആരാവണം? സ്നേഹിക്കുന്നവർ ആയിരിക്കുകയും വേണം. അപ്പോൾ ഈ 4 കാര്യവും വേണം നമ്മുടെ കൂട്ടുകാർക്ക്. ഉമ്മയും ഉപ്പയും ഉസ്താദുമാരൊക്കെ സ്നേഹിക്കുന്ന കുട്ടികളാവണം. അപ്പം നിങ്ങളുടെ മക്കൾ ഇത് വായിക്കണം. നമ്മുടെ മക്കൾ വായിച്ചിട്ട് എൻ്റെ കുട്ടികൾ ഇതുപോലെ ആവണം നമ്മുടെ കൂട്ടുകാർ. മാത്രമല്ല നമ്മളും ഇങ്ങനെ ആയാലല്ലേ നമ്മളെ മറ്റുള്ളവർ കൂട്ടുകാരാക്കുള്ളൂ. അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കണം. ഇനി അടുത്ത പേജ്. ഇവിടെ വായിക്കാം എഴുതാം എന്നുള്ളത് ഒരു 6 വാക്ക് തന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഇന്ന് പഠിച്ച അക്ഷരം വന്ന വാക്കുകളാണ്. ഡ എന്നുള്ള അക്ഷരം. ഒന്ന് മൂഢൻ. മൂഢൻ. ഈ മൂഢൻ എന്ന് പറഞ്ഞാൽ മടിയുള്ള ആളാണ്. മടി, തീരെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ മടിച്ചിരിക്കുക. അങ്ങനെ നമ്മൾ ആവരുത് കേട്ടോ. അതാണ് മൂഢൻ. അവിടെ ഡ എന്ന് വന്നതാണ് നമ്മൾ ഇന്ന് പഠിച്ച ഹ വരുന്ന ഡ. ഇനി മറ്റൊന്ന് ഡപ്പി. സാധാരണ ഡ റോയിന് മുകളിലുണ്ട്, പുള്ളിയുടെ ഡപ്പി. മറ്റോ റോഡ്. എന്താ വായിക്കുക? റോഡ്. കാർഡ്. നമ്മൾ പാടത്തിൻ്റെ ഹെഡിങ് ഇല്ലേ, കാർഡ്. സോഡ. നിങ്ങളൊക്കെ കുടിച്ചിട്ടുണ്ടാകും അല്ലേ, സോഡ. ഒരു ഡസൻ. ഒരു ഡസൻ. ഒരു ഡസൻ. ഇതൊക്കെ നിങ്ങൾ വായിച്ചിട്ട് എഴുതണം. ഇനി താഴെ എൻ്റെ മക്കൾ നോക്കൂ, 4 വലിയ വാക്കുകളുണ്ട് കേട്ടോ. അത് ഇപ്പുറത്തെ കള്ളിയിലേക്ക് 4 കള്ളിയിലേക്കാണ് എഴുതേണ്ടത്. ഉസ്താദ് വായിക്കാം. 1 മൂഢൻ ബോർഡിൽ നോക്കാൻ മടിക്കും. അപ്പം മൂഢൻ, ഈ ഡ കണ്ടത് നിങ്ങൾ? ഏത് ഡായാണ്?
ഡ പ്ലസ് ഹ, മൂഢൻ എന്നതിലെ ഡ. മറ്റൊരു സാധാരണ റോയിന് മുകളിലെ 2 പുള്ളിയുള്ള ഡി, ബോർഡിൽ, നോക്കാൻ മടിക്കും. അപ്പം മൂഢൻ ബോർഡിൽ നോക്കാൻ മടിക്കും. അത് നിങ്ങൾ ഇങ്ങോട്ട് എഴുതണം. ഇനി അടുത്ത ധനം ധൂർത്തടിക്കരുത്. ഇത് ധ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, താത്ത ധ എന്നുള്ള പാഠത്തിൽ. ധനം ധൂർത്തടിക്കരുത്. ധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൈസ, അത് ധൂർത്തടിക്കാൻ പാടില്ല, വെറുതെ ഓരോന്ന് വാങ്ങി കഴിക്കരുത് എന്നർത്ഥം. ഇത് നിങ്ങൾ ഇതിലേക്ക് എഴുതണം. ഇനി സ്ഥാനം തെറ്റി ഇരിക്കരുത്. സ്ഥാനം എന്ന് പറഞ്ഞാൽ സ്ഥാനം, സ്ഥലം. തെറ്റി ഇരിക്കരുതേന്ന്. അപ്പോൾ നിങ്ങൾ ഉസ്താദ് എവിടെയാണോ ക്ലാസ്സിലിരുത്തിയത് അവിടെ തന്നെ ഇരിക്കണം, വേറെ ഇങ്ങോട്ട് നീങ്ങരുത് എന്ന് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യം കൂടിയാണ്. ഇത് നിങ്ങൾ ഇതിലേക്ക് എഴുതണം. ഇനി അടുത്തത് ആയം. നമ്മളെന്ത് പഠിച്ച ആയം നോക്കി കാൽ വെക്കണം. എന്ത്? ആയം നോക്കി കാൽ വെക്കണം. അപ്പം നമ്മളൊക്കെ കുളിക്കാനൊക്കെ പാടത്തേക്കും പുഴയിലേക്കൊക്കെ പോകുമ്പോൾ ആയം നോക്കണം, എന്നിട്ടേ നമ്മൾ അതിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. ഇതൊക്കെ നിങ്ങൾ പഠിക്കുകയും വേണം, ഇതിലേക്ക് എഴുതുകയും വേണം. പിന്നെ ഇൻഷാ അല്ലാ ഇതൊക്കെ പഠിച്ചതൊക്കെ നിങ്ങൾ മനസ്സിലുണ്ടാവണം. ഇന്ന് നമ്മൾ പഠിച്ചതിൽ പ്രധാനപ്പെട്ട 3 അക്ഷരങ്ങളാണ്. ഒന്ന് ഡ, മറ്റൊന്ന് ഡ പ്ലസ് ഹ വന്ന മൂഢൻ എന്നതിലെ ഡ, മറ്റൊന്ന് ഴ. പിന്നെ അതിനെക്കുറിച്ചുള്ള ഒരുപാട് അക്ഷരങ്ങൾ, വാക്കുകളൊക്കെ പഠിച്ചു. പ്ലസ് നമ്മുടെ കൂട്ടുകാരെക്കുറിച്ച് 4 കാര്യങ്ങൾ പഠിച്ചു അല്ലേ? എങ്ങനത്തെ കൂട്ടുകാരാണ്. പിന്നെ അവസാനം ഈ പേജിൽ നമ്മൾ ഈ 4 കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇൻഷാ അല്ലാ ഇനിയും അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാ കാണാം. ഉസ്താദിന് വേണ്ടിയൊക്കെ ദുആ ചെയ്യണം. അള്ളാഹു നമ്മളൊക്കെ സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.